വെൽക്കം ടു ടൂസംബോൾ. ഇന്നത്തെ ട്രാവൽ ഇൻഫർമേഷൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത് ഫിലിപ്പീൻസ് ഈ വിസ സിസ്റ്റം ഇന്ത്യൻസിന് വേണ്ടി കൊണ്ടുവന്നു എന്നുള്ളതാണ്. ദ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫോറിൻ അഫയേഴ്സ് DFA ആണ് ഈ സിസ്റ്റം കൺട്രോൾ ചെയ്യുന്നത്. പൂർണ്ണമായിട്ട് ഓൺലൈനിൽ നമുക്ക് വിസ ആപ്ലിക്കേഷൻ ചെയ്യാവുന്നതാണ്. എന്തൊക്കെ ഡോക്യുമെന്റ് ആണ് ആവശ്യമുള്ളതെന്ന് നോക്കാം. പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് സോഫ്റ്റ് കോപ്പി ആണ്. അതുപോലെ പാസ്പോർട്ടിന്റെ ഫ്രണ്ടും ലാസ്റ്റ് പേജും, അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ്, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ടിക്കറ്റ് വെക്കണം. അതുപോലെ ഫണ്ട് കാണിക്കാനുള്ള പ്രൂഫ്, അതായത് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് വെക്കണം. ഇത്രയും ഡോക്യുമെന്റ് വെച്ചിട്ടാണ് നമ്മൾ ഈ വിസ അപ്ലൈ ചെയ്യേണ്ടത്. ഫീസായിട്ട് വരുന്നത് 3520 രൂപയാണ് സിംഗിൾ എൻട്രിക്ക് ആയിട്ട് വരുന്നത്. സിംഗിൾ എൻട്രി എന്ന് വെച്ചാൽ 3 മാസം നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഫിലിപ്പീൻസിൽ സ്റ്റേ ചെയ്യാൻ പറ്റും. ഇതിന്റെ പ്രോസസ്സിംഗ് ടൈം ആയിട്ട് വരുന്നത് 7 to 12 വർക്കിംഗ് ഡേയ്സ് ആണ്. അതനുസരിച്ച് നമ്മുടെ ട്രാവൽ ഡേറ്റ് പ്ലാൻ ചെയ്യണം. ഇനി ആർക്ക് വിസ എടുക്കാതെ ഫിലിപ്പീൻസിൽ പോകാമെന്ന് നോക്കാം. US വിസ ഉള്ളവർക്ക്, അതായത് B1 B2 10 വർഷത്തെ മൾട്ടിപ്പിൾ എൻട്രി വിസ ഉള്ളവർക്ക്, അതുപോലെ കാനഡ, UK, ഷെങ്കൻ മൾട്ടിപ്പിൾ എൻട്രി ഉള്ളവർക്ക്, ഇവർക്കൊക്കെ ഓൺലൈൻ വിസ എടുക്കാതെ തന്നെ ഫിലിപ്പീൻസിലേക്ക് പോകാവുന്നതാണ്. പിന്നെ ഫ്ലൈറ്റ് നോക്കുമ്പോൾ സിംഗപ്പൂർ എയർലൈൻസിന്റെ ഫ്ലൈറ്റ് ചില സമയത്തൊക്കെ നല്ല ഫെയർ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷൻ ആയിട്ട് ഫിലിപ്പീൻസ് നോക്കുവാണെങ്കിൽ ഈ സിംഗപ്പൂർ എയർലൈൻസ് അല്ലെങ്കിൽ ഒബിയസ്ലി എയർ ഏഷ്യ നമുക്ക് ഇവിടുന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്, നല്ല ഫെയറിലുണ്ട്. അപ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു കൺട്രിയാണ് ഈ ഫിലിപ്പീൻസ്. വിസ പ്രൊസീജിയറും പിന്നെ ഫ്ലൈറ്റ് ഫെയർ ഒക്കെ കൂടുതലായതുകൊണ്ടാണ് കൂടുതലും പേര് അങ്ങോട്ട് നോക്കാതെ വേറെ സ്ഥലങ്ങളിലേക്ക് നോക്കുന്നത്. അപ്പോൾ നിങ്ങൾ അടുത്ത ഒരു ഡെസ്റ്റിനേഷൻ ആയിട്ട് പരിഗണിക്കാൻ പറ്റുന്നതാണ് ഈ ഫിലിപ്പീൻസ്. ഓക്കെ, ബൈ, താങ്ക് യു, ബൈ.